മറ്റു വാർത്തകൾ കൂടി നോക്കാം. കരൂർ ദുരന്തത്തിൽ നടനും ടിവിക്ക് അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം. കരൂരിലുണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമെന്നും കുട്ടികളടക്കം മരണപ്പെട്ടപ്പോൾ വിജയ് സ്ഥലം വിട്ടതും കോടതി. അണികളെ സംരക്ഷിക്കാത്ത വിജയ്ക്ക് നേതൃഗുണമില്ലെന്നും ഇന്ന് കോടതിയുടെ വിമർശനമുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ വിജയ് ആവശ്യപ്പെട്ടിരിക്കുന്ന CBI അന്വേഷണം, ആ ആവശ്യം ഉന്നയിക്കുന്ന ഹർജി ഇന്ന് കോടതി തള്ളുകയുമുണ്ടായി. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുവാനും മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷനും നടനുമായ വിജയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് മദ്രാസ് ഹൈക്കോടതി നടത്തിയത്. കുട്ടികളടക്കം മരണപ്പെട്ടപ്പോൾ വിജയും TVK പ്രവർത്തകരും സ്ഥലം വിട്ടെന്നും ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇത് വിജയുടെ മനോഭാവം തെളിയിക്കുന്നതാണ്. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ പോലും പാർട്ടി തയ്യാറായില്ല. അണികളെ സംരക്ഷിക്കാൻ കഴിയാത്ത വിജയ്ക്ക് നേതൃഗുണമില്ലെന്നും കോടതി വിമർശിച്ചു. പരിപാടിയുടെ സംഘാടകൻ എന്ന നിലയിൽ വിജയ്ക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ചോദിച്ച കോടതി TVK നേതാക്കളായ ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. സംഭവം അന്വേഷിക്കാൻ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനും ബെഞ്ച് ഉത്തരവിട്ടു. പരിപാടിക്ക് സ്ഥലം അനുവദിച്ചത് പോലീസാണെന്നും തങ്ങളുടെ മേൽ കള്ളക്കേസ് ചുമത്തിയെന്നുമാണ് TVKയുടെ വാദം. എന്നാൽ TVK നേതാക്കളുടെ വാദം അടിസ്ഥാനരഹിതമാണെന്നും നിർദ്ദേശം ലംഘിച്ചാണ് റോഡ് ഷോ നടത്തിയതെന്നും തമിഴ്നാട് സർക്കാർ കോടതിയെ അറിയിച്ചു. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് TVK നൽകിയ ഹർജികളും മദ്രാസ് ഹൈക്കോടതി തള്ളി. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.